ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മദേഴ്സ് നഴ്സിംഗ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ വീഡിയോ ഇന്നത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ AMCS FNCK അല്ലെങ്കിൽ നമുക്ക് ക്രിസ്ത്യൻ അസോസിയേഷൻ ഗ്രൂപ്പ്, അതായത് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജസ് ക്രിസ്ത്യൻ അസോസിയേഷനിൽ പെടുന്ന ഗ്രൂപ്പ് ഓഫ് കോളേജസിനെ കുറിച്ചുള്ള ഗൈഡ് ലൈൻസ് ആണ്. അപ്പോൾ AMCS FNCK ക്രിസ്ത്യൻസിന് മാത്രമുള്ളതാണോ ഈ ഒരു അസോസിയേഷൻ? ക്രിസ്ത്യൻസിന് അപ്ലൈ ചെയ്താലേ കിട്ടുകയുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയല്ല, ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ സീറ്റും ഉണ്ട്, കാറ്റഗറി റിസർവേഷൻ. അതായത് ചില കോളേജസിൽ നമുക്ക് ക്രിസ്ത്യൻ മൈനോറിറ്റി സീറ്റ്സുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യൻസിന് പ്രിഫറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈനോറിറ്റി സീറ്റ്സ് വരുന്ന സാഹചര്യത്തിൽ അങ്ങനെ അലോക്കേഷൻ ഉള്ളതിനൊക്കെ അതുകൊണ്ട് അപ്പോൾ രണ്ട് രീതിയിലാണ് ഇതിൻ്റെ വരുന്നത്. ഓപ്പൺ സീറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മൊത്തത്തിൽ ഏത് കാറ്റഗറി പെടുന്ന കുട്ടികൾക്കും അപ്ലൈ ചെയ്യുന്നത്. അപ്പം രണ്ട് രീതിയിലാണ് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് അലോട്ട്മെന്റിൽ വരുന്ന റാങ്ക് ലിസ്റ്റ് വരുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ AMCSൽ അപ്ലൈ ചെയ്യണം. അപ്പം കേരളത്തിലെ ഒരു നല്ല കോളേജസ് നല്ലൊരു അളവിൽ വരുന്ന ഒരു അസോസിയേഷനാണ്. അപ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജസ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അസോസിയേഷനിൽ പെടുന്ന മെജോറിറ്റി കോളേജസും ഒത്തിരി നല്ല കോളേജസ് ആണ്. അതുപോലെ തന്നെ PNC മാറ്റിൽ നല്ലതാണ്, LBS ത്രൂ ഏത് കോളേജസിലും വെക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ കേരളത്തിലാണ് ഏറ്റവും ബെസ്റ്റ് കോളേജ് എന്നൊന്നുമില്ല. ചില കോളേജസിൽ ഒട്ടും ഒത്തിരി അധികം ഫെസിലിറ്റി വൈസ് വളരെ പൂർ ആയിട്ടുള്ളത് കൊണ്ട് ഫെസിലിറ്റി വൈസ് നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോളേജസ് എപ്പോഴും സോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഫെസിലിറ്റീസും അലൊക്കേഷനും ഹോസ്പിറ്റൽ പ്രൊവിഷൻസും ടീച്ചിങ് പ്രൊവിഷൻസും ഒക്കെ നോക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാര്യം ഈ BS നഴ്സിംഗ് എന്നൊരു കോഴ്സ് അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് KVHS വളരെ സ്ട്രിക്റ്റ് ആണ്. നല്ല രീതിയിൽ എഫോർട്ട് എടുത്താലേ നമുക്ക് കയറി വരാൻ പറ്റുള്ളൂ. ഒരു സെമസ്റ്റർ സിസ്റ്റം കൂടിയാണ്ട് ഒരു പ്രിലിമിനറി ഒരു 6 monthsനുള്ളിൽ തന്നെ നമ്മളൊരു കോഴ്സ് സബ്ജക്റ്റ് കൺസൈസ് ചെയ്ത് പോകുമ്പോൾ അത് കുട്ടികൾക്ക് ഗ്രാസ്പ് ചെയ്യാനും നല്ല രീതിയിൽ എഫോർട്ട് എടുത്താലേ കയറി വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു 10-12 വർഷത്തെ മേലെ ഒരു ടീച്ചിങ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണ്, ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് പഠിക്കാൻ വരുന്നതിലുപരി ഒരു ഇഷ്ടപ്പെട്ട് നല്ല എഫോർട്ട് എടുത്ത് പഠിക്കാനൊക്കെ നല്ലൊരു മനസ്സുള്ളപ്പോഴാണ് നഴ്സിംഗിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കരകയറാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നഴ്സിംഗ് എപ്പോഴും ഇഷ്ടപ്പെട്ട് പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് പ്രിഫറബിളി പറയാനുള്ളത്. അറ്റ് ദ സെയിം ടൈം AMCS FNCKയുടെ ഒരു കോളേജസ് എടുത്ത് നോക്കുന്ന സാഹചര്യത്തിൽ അത്യാവശ്യം ഫെസിലിറ്റി വൈസ് ഒക്കെ ഉള്ള ഇതാണ്. പിന്നെ നിങ്ങൾ കോളേജസ് പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കോളേജിൻ്റെ സീറ്റ് പ്രൊവിഷൻസിനെ കുറിച്ചൊക്കെ മേക്ക് ഷുവർ ചെയ്യുക. പിന്നെ പ്രോപ്പർ അഫിലിയേഷൻസ് അപ്ഗ്രഡേഷൻസ് ഒക്കെ ഉള്ള കോളേജസ് അനുസൃതമായിട്ടാണ് ഇപ്പോൾ അസോസിയേഷന് വരുന്നത്. എനിവേ കോളേജിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട അസോസിയേഷൻ സംബന്ധമായിട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ റിലേറ്റ് ചെയ്ത് ലാസ്റ്റ് ഇയറിലെ ഒരു ആസ്പദമാക്കി ഞാൻ ഗൈഡ് ലൈൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ വീഡിയോ ഫുള്ള് കാണുക. ഓക്കെ, നമ്മളിന്ന് കാണാൻ പോകുന്നത് AMCS FNCK എന്ന് പറഞ്ഞിട്ടുള്ള അസോസിയേഷൻ ഓഫ് മാനേജ്മെൻറ്റ് ക്രിസ്ത്യൻ സെൽഫ് ഫിനാൻസിങ് നഴ്സിംഗ് കോളേജ്, അതായത് ക്രിസ്ത്യൻ നഴ്സിംഗ് കോളേജിന് ഒരു അസോസിയേഷനാണ്. അതായത് നമുക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ നമുക്ക് 100 സീറ്റിന് 50 സീറ്റ് LBS മുഖേന, മീതി 50 സീറ്റ് ക്രിസ്ത്യൻ അസോസിയേഷനിൽ പെടുന്ന കോളേജസിലേക്ക് മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് ആപ്ലിക്കേഷൻ വെക്കണമെങ്കിൽ ഈ ഒരു അസോസിയേഷൻ നമ്മൾ അപ്ലൈ ചെയ്യണം. www.amcsfnck.com. അപ്പോൾ നമ്മൾ ഇത് ലാസ്റ്റ് ഇയറിൻ്റെ പ്രോസ്പെക്റ്റ് വെച്ച് ഞാൻ സംസാരിക്കണം. അതിൻ്റെ അത് പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയാസൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളത്. അപ്പം പൊതുവേ ആൾക്കാരുടെ ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനറൽ ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ക്രിസ്ത്യൻ കുട്ടികൾക്ക് വേണ്ടി മാത്രം അപ്ലൈ ചെയ്യുന്ന ഒരു ഓപ്ഷനാണോ ഈ ഒരു അസോസിയേഷൻ? ഒരു സംശയമുണ്ട്. അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യൻ ആയിട്ടുള്ള കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിറ്റി മെറിറ്റ് സീറ്റ് എന്നൊരു ഓപ്ഷനുണ്ട്. പക്ഷേ ഇതിൻ്റെ അത് ഓപ്പൺ മെറിറ്റ് വേണം. മറ്റുള്ള കാസ്റ്റിലുള്ള കുട്ടികൾക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ രണ്ടായിട്ടാണ് നമുക്ക് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളും വരുന്നത്. അതായത് ഓപ്പൺ മെറിറ്റിൽ ഇപ്പോൾ ക്രിസ്ത്യൻ ആയിട്ടുള്ള കുട്ടിയും മറ്റൊരു കാസ്റ്റിലുള്ള കുട്ടിയാണെങ്കിൽ ക്രിസ്ത്യൻ ആയിട്ടുള്ള കുട്ടികൾക്ക് ഓപ്പൺ മെറിറ്റിൽ ഒരു സീറ്റ് ഉണ്ടാവും. കമ്മ്യൂണിറ്റി ഇതിലും ഒരു റാങ്ക് ലിസ്റ്റ് പ്രൊവിഷൻ ഉണ്ടാവും. അവിടെ ഏത് കാസ്റ്റിലുള്ള കുട്ടികൾക്കും ഈ അസോസിയേഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അത് നിയർലി ഒരു കോളേജസ് 35 കോളേജസ് ആണ്. ഓരോ പർട്ടിക്കുലർ കോളേജിനും എത്ര മാനേജ്മെൻറ്റ് സീറ്റ്സ് ഉണ്ട്, ഏതൊക്കെ സ്ഥാപനങ്ങളിൽ പോസ്റ്റ് BSc പ്രൊവിഷൻസ് ഉണ്ട്. അപ്പം ജനറൽ നഴ്സിംഗ് കഴിഞ്ഞ് പോസ്റ്റ് BSc നോക്കുന്നവർക്ക് മാനേജ്മെൻറ്റ് കോഡിലേക്ക് ആപ്ലിക്കേഷൻ വെക്കാനുള്ള ഒരു ഓപ്ഷനും ഈ ഒരു അസോസിയേഷനുണ്ട്. MS നഴ്സിംഗിനാണെങ്കിലും സ്പെഷ്യാലിറ്റി അനുസരിച്ച് ഏതൊക്കെ കോളേജസിൽ എത്ര സീറ്റ്സിന് അവൈലബിലിറ്റി ഉണ്ടെന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. അപ്പം നിലവിൽ ഞാനിപ്പോൾ BS നഴ്സിംഗിൻ്റെ കാര്യം മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അപ്പം പ്രോസ്പെക്റ്റിൽ നമ്മളെപ്പോഴും ഏതൊരു അസോസിയേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്തും നമ്മൾ പ്രാഥമികമായിട്ട് ചെയ്യേണ്ടത് കൃത്യമായ പ്രോസ്പെക്റ്റ് വായിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇയറിൻ്റെ ഒരു ട്യൂഷൻ ഫീസിൽ നമുക്ക് 73,000 നിയർലി വരുന്നു. MS നഴ്സിന് 1 lakh നിയർലി വരുന്നു. അഡ്മിഷൻ ഫീസ്, കോഷൻ ഡെപ്പോസിറ്റ്, സ്പെഷ്യൽ ഫീസ്. അപ്പോൾ ഇങ്ങനെ സ്പെഷ്യൽ ഫീസിൻ്റെ ഒരു എമൗണ്ടും അല്ല. അപ്പോൾ നിയർലി ഒരു 1 lakh അബോവ് വരുന്നുണ്ട് ഓൾമോസ്റ്റ് ഫസ്റ്റ് ഇയറിൽ. അപ്പോൾ NRI സീറ്റ്സിൻ്റെ മാനദണ്ഡങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ വെക്കുന്ന സമയത്ത് കൃത്യമായ ഒരു വാലിഡ് മെയിൽ ID. അപ്പോൾ ഏതൊരു അസോസിയേഷൻ അപ്ലൈ ചെയ്താലും നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു മെയിൽ ID ഉണ്ടായിരിക്കണം. കൃത്യമായി യൂസ് ചെയ്യുന്ന ഒരു ഫോൺ നമ്പറും ഉണ്ടായിരിക്കണം. കാര്യം അപ്ഡേറ്റ്സ് ഒക്കെ നമ്പറിൽ നമുക്ക് വരും. അതുപോലെ ആപ്ലിക്കേഷൻ ഫീസായിട്ട് ലാസ്റ്റ് ഇയറിൽ വെച്ച് ഞാൻ സംസാരിക്കുന്നത് 1200 രൂപ വെച്ചിട്ടാണ്, ഓൺലൈനായിട്ടാണ്.
അപ്പോൾ ചലാനൊക്കെ അടച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കേസസ് എന്ന് പറയുന്നത് എല്ലാം കംപ്ലീറ്റ്ലി മാർക്ക് ബേസ്ഡ് ആണ്. ഇവിടെ നമുക്ക് റാങ്ക് ലിസ്റ്റ് പ്രൊവിഷൻസ് വരുന്നു. പക്ഷേ ക്രിസ്ത്യൻ ആയിട്ടുള്ള കുട്ടികൾക്ക് നിങ്ങൾക്ക് അവർ പറഞ്ഞിട്ടുള്ള പ്രധാനമായിട്ട് പള്ളിയിൽ അച്ഛൻ നമുക്ക് ഈ കുട്ടി ക്രിസ്ത്യൻ ആണെന്ന് റിസംബിൾ ചെയ്യുന്നിട്ടുള്ള ഓതറൈസ്ഡ് സർട്ടിഫിക്കറ്റ് നല്ല ഉദ്ദേശിക്കുന്നത്. ഇവർ പറഞ്ഞിട്ടുള്ള മാനദണ്ഡം കാണിച്ചിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് കേട്ടോ. അത് പ്രധാനമാണ്. അതുപോലെ തന്നെ ഓരോ സർട്ടിഫിക്കറ്റ്സും എന്തൊക്കെ അപ്ലോഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും എല്ലാം ഈ പ്രോസ്പെക്റ്റ് വളരെ ഡീറ്റെയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച കോളേജസ് വരുന്ന വൺ ഓഫ് ദി മെയിൻ അസോസിയേഷനാണ് AMCS FNCK. അതുകൊണ്ട് തന്നെ നല്ല മാർക്കുള്ള കുട്ടികൾക്ക് ഇവിടെ സീറ്റ് ലഭ്യതയില്ല. അപ്പോൾ ഓരോ കോളേജിൻ്റെ പ്രൊവിഷൻസിനെ കുറിച്ചും അവരുടെ പേരൻറ്റ് ഹോസ്പിറ്റലിനെ കുറിച്ചും എല്ലാം വളരെ ഡീറ്റെയിൽ ചെയ്ത് പ്രോസ്പെക്റ്റിൽ വിത്ത് പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിയർ ബൈ കോളേജസിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ കോളേജിൻ്റെ പ്രൊവിഷൻസും അവൈലബിലിറ്റി ഓഫ് സീറ്റ്സും ഒക്കെ മേക്ക് ഷുവർ ചെയ്തിട്ട് തന്നെ അലോക്കേഷൻസ് ചെയ്യുക. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ LBS മാത്രമായിട്ട് ഒരിക്കലും നമ്മൾ നഴ്സിങ്ങിന് കേരളത്തിൽ അപ്ലൈ ചെയ്യരുത്. കാര്യം ഏറ്റവും കൂടുതൽ BS നഴ്സിങ്ങിനാണ് ഏറ്റവും ഡിമാൻഡ് ആയിട്ടുള്ളൊരു കോഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സീറ്റ് ലഭ്യത എന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ മാനേജ്മെൻറ്റ് കോട്ടയും കൂടി അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് പറ്റുകയുള്ളൂ. അതുകൊണ്ട് മെഡിക്കൽ കോളേജ് മാത്രമേ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. മീതി ഒരു കോളേജിൽ കിട്ടിയാൽ സീറ്റ് കിട്ടിയാൽ പോവില്ല എന്നൊരു സാഹചര്യമാണെങ്കിൽ അപ്ലൈ ചെയ്യണം നിർബന്ധമില്ല. അല്ലാത്ത പക്ഷം കേരളത്തിൽ BS നഴ്സിംഗ് നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി AMCS FNCKയും കൂടി അപ്ലൈ ചെയ്യുക, ഓപ്പൺ ആവാൻ സാധ്യത. അപ്പം ഇതിൻ്റെ ഒരു അഫിലിയേഷൻ അപ്ഡേഷൻസും ഗവൺമെൻറ് വെരിഫിക്കേഷൻസ് പ്രോസസ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഇതിൻ്റെ ഒരു ഓപ്പണിംഗ് ടൈം ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് വെബ്സൈറ്റ് എപ്പോഴും ചെക്ക് ചെയ്യുക. കോളേജസ് ഔട്ട് ചെയ്യുമ്പോൾ വളരെ റെപ്യൂട്ടഡ് ആയിട്ട് കോളേജസ് തന്നെ നോക്കുക. അതിലെല്ലാത്തിലും ഉപരി ഏറ്റവും പ്രിഫർ ചെയ്യുന്ന കോളേജസ് മാത്രമായിട്ട് വെക്കരുത് ഒരിക്കലും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മോസ്റ്റ് ഡിമാൻഡിങ് കോളേജ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് ലഭ്യത അത്ര ഈസി അല്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കുക ഒരു 0.1 മാർക്കിന് പോലും അത്രയും അധികം വാല്യൂ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നൊരു സാഹചര്യത്തിൽ നമ്മൾ അലോട്ട്മെൻറ്റ്സ് പ്രോസസ്സൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കിട്ടാനുള്ള പോസിബിലിറ്റീസ് നമുക്കൊരു സീറ്റിന് ലഭ്യതയൊക്കെ മേക്ക് ഷുവർ ചെയ്യുന്നത് വെച്ചാൽ എപ്പോഴും മോസ്റ്റ് ഡിമാൻഡിങ് മാത്രം വെക്കാതെ അല്ലാത്ത സാധാ കോളേജസും കൂടി തന്നെ പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇച്ചിരി മാർക്ക് കുറവുള്ള കുട്ടികളൊക്കെയാണ് 85 ഒക്കെ ബിലോ പെർസെൻറ്റേജ് ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിന് പുറത്തുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള കോളേജസ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും ഞാൻ പറയുന്നു പ്രോപ്പർ അഫിലിയേഷനോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടീച്ചിങ് സപ്പോർട്ടും. സെമസ്റ്റർ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ടീച്ചിങ് സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ബുദ്ധിമുട്ടാണ് ഫസ്റ്റ് ഇയർ പാസ്സാകുക എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും ഒരു കോളേജിന് ഇൻഫ്രാസ്ട്രക്ചർ മാത്രം നോക്കിയിട്ട് അഡ്മിഷൻ എടുക്കുന്ന പല കുട്ടികളും ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ പഠിക്കാനുള്ള ഒത്തിരിയധികം കുട്ടികൾ ട്യൂഷനൊക്കെ അപ്രോച്ച് തന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അതിനനുസൃതമായിട്ടാണ് പറയുന്നത്. അപ്പം നല്ലൊരു കോളേജ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഒരു കറക്റ്റ് ഒരു മൊഡ്യൂളിനനുസൃതമായിട്ടുള്ള പോർഷൻസ് കവർ ചെയ്യാൻ സാധിക്കും. അല്ലാത്ത പക്ഷം നമുക്ക് ഇച്ചിരി പ്രയാസമായിട്ട് അനുഭവപ്പെടും. അതുകൊണ്ട് അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ പുറത്തെ കോളേജസിലാണെങ്കിലും അത്യാവശ്യം ടീച്ചിങ് സപ്പോർട്ടുള്ള കോളേജ് അല്ലെങ്കിൽ എങ്ങനെ ആപ്ലിക്കേഷൻ വെക്കണം എന്നിങ്ങനെയുള്ള സംശയങ്ങളൊക്കെ മദേഴ്സ് നഴ്സിൻ്റെ ഒഫീഷ്യൽ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഓക്കെ. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് പുറകിൽ നിൽക്കുന്നു, നമുക്ക് അത്യാവശ്യം മാർക്കുണ്ട് ബയോളജിക്കാണെങ്കിൽ നിങ്ങൾക്ക് ജനറൽ നഴ്സിംഗ് ഗവൺമെൻറ് സോണിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ഓഫ് കോസ്റ്റിൽ പഠിക്കാനുള്ള ഒത്തിരി ഓപ്ഷൻസൊക്കെ ഉണ്ട്. അപ്പം നഴ്സിങ്ങിന് ഒത്തിരി അനവധി വീഡിയോസ് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പം നഴ്സിംഗ് ഫോക്കസ് ചെയ്യുന്ന എല്ലാവർക്കും വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നഴ്സിങ്ങിൻ്റെ മെയിൻ അപ്ഡേറ്റ്, അതായത് നഴ്സിങ്ങിൻ്റെ പഠനത്തിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും അതുപോലെ തന്നെ നഴ്സിങ്ങിൻ്റെ പഠനത്തിന് ശേഷമുള്ള കൗൺസിൽ രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്തെങ്കിലും അപ്ഡേഷൻസ് വരുന്നതനുസരിച്ച് ചാനൽ അപ്ഡേറ്റ് ചെയ്തിടും. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസ് കാണുമ്പോൾ കറക്റ്റ് ഒരു ഇൻഫർമേഷൻസ് കിട്ടുന്നതായിരിക്കും. എനിവേ നഴ്സിങ്ങിൻ്റെ ഒരു വൺ ഓഫ് ദി അസോസിയേഷൻ ആയിട്ടുള്ള AMCS FNCK ഓപ്പൺ ആക്കുമ്പം നിശ്ചയമായിട്ടും കൂടി ആപ്ലിക്കേഷൻസ് വെക്കാൻ ശ്രമിക്കുക. പോസ്റ്റ് BSc MSc നഴ്സിംഗ് എന്നിങ്ങനെയുള്ള കോഴ്സ് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരും ഇതിൻ്റെ ഓപ്പണിംഗ് ടൈമിൽ മാനേജ്മെൻറ്റ്സിലേക്ക് ഓപ്പണിംഗ് ടൈമിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പോസ്റ്റ് BSc MSc നഴ്സിംഗ് സ്കോളർഷിപ്പോടെ ആപ്ലിക്കേഷൻസ് വെക്കാൻ പറ്റുന്ന പ്രൊവിഷൻസും നമുക്ക് ഓൾ ഇന്ത്യ ലെവലിലുണ്ട്. അതിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡ് ചെറിയ ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ സംശയമുള്ളവർക്ക് മദേഴ്സ് നഴ്സിൻ്റെ ഒഫീഷ്യൽ നമ്പറിൽ ചോദിക്കാവുന്നതാണ്. എനിവേ നഴ്സിംഗ് ബേസ് ചെയ്തിട്ടുള്ള മറ്റൊരു അപ്ഡേഷണൽ വീഡിയോ ആയിട്ട് കാണുന്നവരെ ടിൽ ദെൻ